എൻ്റെ കൊറോണ കാല ചിന്തകൾ. ജീവിത വിജയം. സ്വന്തമായി ചിന്തിക്കാൻ തുടങ്ങിയ കാലം മുതൽ എനിക്ക് പിടികിട്ടാതെ പോയ ഒരു സമസ്യയാണ് എന്താണ് ജീവിത വിജയമെന്നത്. മുതിർന്നപ്പോഴും ഈ ചോദ്യത്തിന് ശരിയായ ഒരു ഉത്തരം ലഭിച്ചിട്ടില്ല എന്നതാണ് പരമാർത്ഥം. പല വിഷയങ്ങളെപ്പറ്റി ചിന്തിച്ച കൂട്ടത്തിൽ ഈ കൊറോണ കാലത്ത് ഞാൻ എന്താണ് ജീവിത വിജയം എന്നതിനെ പറ്റിയും ചിന്തിക്കാനിടയായി. ധാരാളം ധനമുള്ള കുടുംബങ്ങളിൽ ജനിക്കാൻ സാധിക്കുന്നവരെ വായിൽ വെള്ളിക്കരണ്ടിയുമായി ജനിച്ചവരെന്ന് പറയാറുണ്ട്. ഇവരാണോ ജീവിത വിജയം നേടിയവർ? പിന്നെ ഒരു കൂട്ടരുണ്ട് തങ്ങളുടെ പരിശ്രമം കൊണ്ട് വലിയ സാമ്പത്തിക നേട്ടമുണ്ടാക്കിയവർ. ഇവരെയും ജീവിത വിജയം നേടിയവരെന്നാണ് പറയാറ്. സാമ്പത്തിക മേഖലയിൽ പരാജയപ്പെടുന്നവരെ പരാജിതർ എന്നു തന്നെയാണ് വിളിക്കാറുള്ളത്. ചുരുക്കത്തിൽ സാമ്പത്തിക ഉന്നതിയിൽ ഉള്ളവർ ജീവിത വിജയം നേടിയവരും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർ ജീവിതത്തിൽ പരാജയപ്പെട്ടവരുമാണെന്ന ചിന്ത ശരിയാണോ? എൻ്റെ സംശയങ്ങൾ കൂടുകയാണ്. ചിലർ പറയാറുണ്ട് ഉയർന്ന വിദ്യാഭ്യാസം നേടുന്നവരാണ് ജീവിത വിജയികളെന്ന്. അവർ വലിയ ഉദ്യോഗങ്ങളിൽ പ്രവേശിക്കുകയും വിദ്യാഭ്യാസമുള്ള സ്ത്രീയെ വിവാഹം കഴിക്കുകയും ഉയർന്ന നിലവാരത്തിൽ ജീവിക്കുകയും ചെയ്ത് ജീവിത വിജയം കൈവരിക്കുമെന്ന്. വിദ്യ നേടുന്നവരാണ് ജീവിത വിജയം കൈവരിക്കുന്നതെങ്കിൽ വിദ്യാഭ്യാസമില്ലാത്തവരെല്ലാം ജീവിതത്തിൽ പരാജയപ്പെട്ടവരാണോ? ഞാൻ വീണ്ടും ചിന്താകുലനായി. വേറെ ചിലർ പറയുന്നത് അധികാരമാണ് ജീവിത വിജയത്തിൻ്റെ അളവുകോലെന്ന്. മതത്തിൻ്റെ ആയാലും രാഷ്ട്രീയത്തിലായാലും അധികാരം കൈയാളാൻ മാത്രം വളർന്നവരാണ് ജീവിത വിജയികളെന്ന് പറയുന്നവർ വളരെയുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം MLA, MP, മന്ത്രി, മുഖ്യമന്ത്രി, കേന്ദ്രമന്ത്രി, പ്രധാനമന്ത്രി എന്നിങ്ങനെ രാഷ്ട്രീയത്തിലും മതങ്ങളിലെ മേൽശാന്തിയോ മെത്രാച്ചനോ ഉസ്താദോ ഒക്കെ ആകുന്നവർ ജീവിത വിജയം നേടുന്നവരാണ്. ഇവിടെയും എനിക്ക് സംശയം വർദ്ധിക്കുകയാണ്. കാരണം മതങ്ങളിലെ വിശ്വാസികൾ, രാഷ്ട്രീയ പാർട്ടികളിലെ അണികൾ ഇവരെല്ലാം പരാജിതരാണ്. സമ്പത്തും വിദ്യാഭ്യാസവും മത മേലധ്യക്ഷ സ്ഥാനവും ഒരുമിച്ച് ലഭിച്ചാൽ ജീവിത വിജയമാകുമോ? മേൽ പറഞ്ഞവയൊന്നും ലഭിക്കാതെ അവർക്കൊക്കെ പിന്നിൽ നിന്ന് അവരാക്കുന്ന ബഹുഭൂരിപക്ഷം ജീവിത പരാജിതരാണ്. അങ്ങനെ പറയാൻ ഒരിക്കലുമാവില്ല. ജീവിത വിജയമെന്നത് ഒരു വ്യക്തി അനുഭവിക്കുന്ന സന്തോഷത്തിൻ്റെ ആകത്തുകയാണ്. അത് ലഭിക്കാൻ സമ്പത്തും അധികാരവുമൊക്കെ മാർഗങ്ങളായേക്കാം. പക്ഷേ അതൊക്കെ മാത്രമുള്ളവരാണ് ജീവിത വിജയികൾ എന്ന് പറയാൻ കഴിയില്ല. കാരണം പകലന്തിയോളം പണി ചെയ്ത് ലഭിച്ച തുച്ഛമായ തുകയ്ക്ക് അന്നുള്ള സാധനങ്ങൾ വാങ്ങി ഭക്ഷിച്ച് ഭാര്യയ്ക്കും മക്കൾക്കുമൊപ്പം തൻ്റെ ചെറു കുടിലിൽ സന്തോഷമായി കിടന്നുറങ്ങുന്നവരും ഒരർത്ഥത്തിൽ ജീവിത വിജയികളാണ്. ചുരുക്കത്തിൽ എവിടെയാണോ സമാധാനമുള്ളത്, സ്നേഹമുള്ളത്, പരസ്പരം കരുതലുള്ളത്, വിശ്വാസമുള്ളത്, അവിടെയാണ് യഥാർത്ഥ ജീവിത വിജയികളുള്ളത്.